ഇപ്പോൾ കൊണ്ട സൂം ത്രൂ വീൽ ട്രാൻസിഷൻ എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ 2 വീഡിയോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ഈ റിമ്മ് കണ്ടങ്ങൾ, ഈ റിമ്മിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് പോകണം, ഈ ഒരു ഇത് പോകണം. അതാണ് നമ്മൾ ടാസ്ക്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്ത് കൊടുത്തു, മുക്കയെ യൂസ് ചെയ്തിട്ട് അത് ഞാൻ ട്രാക്ക് ചെയ്യാണ്, മാസ്ക് ട്രാക്ക് ചെയ്യാണ് കൊടുക്കണം. ഓക്കെ, മുക്കയെ കൊടുത്ത് ഇതിൽ റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് ഇതിന് പാകത്തിൽ എന്ത് കൊടുത്തു, റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുത്തു. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം നടത്തി. ഇനി എന്ത് കൊടുത്തു, ഞാൻ ഈ പെർസ്പെക്റ്റീവ് ടൂൾ ഓൺ ആക്കിയിട്ട് ട്രാക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് കൊടുത്തു, ഇത് സേവ് ആക്കി കൊടുത്തു. ഓക്കെ, ഇപ്പോൾ സേവ് ആയിട്ടുണ്ടാവും. ഇനി എന്ത് കൊടുക്കണം, മാറ്റിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യുക, ഈ മാസ്ക് ഓൺ ആക്കി കൊടുത്തു. ഓക്കെ, എന്നിട്ട് നിൽക്കിയാൽ ഇതിന് മാസ്ക് ഓപ്പൺ ആവും. എന്നിട്ട് ആഡ് എന്നുള്ള എന്ത് കൊടുത്തു, ഞാൻ സബ്സ്ട്രാക്റ്റ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കൊരു ക്യാമറ ക്രിയേറ്റ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് നിന്നിട്ട് ന്യൂവിൽ പോയിട്ട് ക്യാമറ ക്രിയേറ്റ് ചെയ്യുക. 35 നിലയിൽ കൊടുക്കുക, അത് കൊടുത്തു. അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇതൊന്ന് 3D ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യണമെന്നറിയോ, ഈ ഒരു വീഡിയോ അല്ലേ, ഇത് നമുക്ക് വീൽ ത്രൂ ട്രാൻസിഷൻ എഫക്റ്റ് അല്ല, അപ്പോൾ 2-3 വീലും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് കൺട്രോൾ ഡി നോക്കിയിട്ട് ഒന്ന് കോപ്പി ഉണ്ടാക്കി. എന്നിട്ട് രണ്ടാമത്തെ കോപ്പിനെ എന്താക്കി, ഫസ്റ്റുള്ള കോപ്പിനെക്കാട്ടി ഒന്നുകൂടി ചെറുതാക്കി. എന്നിട്ട് ഇപ്പോൾ കണ്ടങ്ങൾ ഇനി ഇതിനെന്ത് വെക്കുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ എന്താക്കി, ഞാൻ ഒരു ഇതും കൂടി കൊടുക്കുന്നുണ്ട്. കൺട്രോൾ ഡി നോക്കി എന്തായി, സ്കെയിൽ പോയിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതാക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. കൺട്രോൾ ഡി നിൽക്കി എന്നിട്ട് എസ്സിൽ പോയി 67 എന്നുള്ളത് 63 കൊടുത്ത്. ഓക്കെ, ഇപ്പോൾ ഇത്ര റൗണ്ട് ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് സൂം എഫക്റ്റ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി കൂടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൊടുത്ത്. ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. രണ്ടാമതായിട്ട് ഈ ക്യാമറ കണ്ടില്ല നിങ്ങൾ, അത് അതിൻ്റെ ട്രാൻസ്ഫോം എഫക്റ്റ് ഓപ്പൺ ആക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ പ്ലേ ഹെഡ് സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റും പൊസിഷനും ഓൺ ആക്കി കൊടുക്കുക. എന്നിട്ട് എന്താവാ, കുറച്ച് അപ്പുറത്ത് പോയിട്ട്, ഇതിൻ്റെ ഉള്ളിൽ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, കുറച്ച് അപ്പുറത്ത് പോയി ഞാൻ എന്ത് കൊടുത്തു, നമ്മൾ സീ നിൽക്കിയാൽ റോഡ് വന്നിട്ട് നമുക്ക് എന്താക്കണം, ഇതൊന്ന് സൂം ചെയ്ത് നോക്കാം. ഈ സൂമും ആഡ് ചെയ്ത് കൊടുത്ത്. ഓക്കെ, തേർഡിലാക്കി കൊടുക്കുക. അതിൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് പെട്ടെന്ന് പ്ലേ ചെയ്യുന്നത് കാണാനാണ്. കൊണ്ടാ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട ആ ഒരു എഫക്റ്റ് വന്നിട്ടില്ല നിങ്ങൾ. ഇനി നമ്മൾ ഇപ്പോൾ ഫസ്റ്റത്തെ ഈ ലെയർ ഉണ്ടല്ലോ, ഇപ്പോൾ ഇതിൻ്റെ റിമ്മ് നമുക്കൊന്ന് സൈഡിലേക്ക് പോകുന്ന ഒരു പൊസിഷനും കൂടി ആഡ് ചെയ്യണം, ഒരു ആനിമേഷൻ കൂടെ. എന്നിട്ട് അതിന് ഞാൻ എന്ത് കൊടുത്തു, കൺട്രോൾ ഡി നോക്കി. എന്നിട്ട് രണ്ടാമത്തെ ലെയർ പോയി. അപ്പോഴാണ് ഇതിൻ്റെ ഈ റിമ്മിൻ്റെ ഉള്ളിൽ വരുള്ളൂ. എന്നിട്ട് രണ്ടാമത്തേൽ പോയിട്ട് എന്ത് കൊടുത്താരോ, അതിൻ്റെ മാസ്കിൽ പോയിട്ട് സബ്സ്ട്രാക്റ്റ് എന്നുള്ളത് ആഡ് കൊടുത്ത്. ഇപ്പോൾ റിമ്മ് കണ്ടില്ല നിങ്ങൾ, ഇപ്പോൾ ഇവിടെയൊക്കെ ഇത് ആഡ് ചെയ്യുക. അപ്പം ഈ റിമ്മ് എന്തിൻ്റെ ഉള്ളിൽ വരണോ, ഈ ഫസ്റ്റത്തെ ലെയറിൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത്തെ ലെയർ എന്താക്കിയത്, ആഡ് കൊടുത്ത്. ഇനി എന്ത് കൊടുക്കണം എന്നറിയാം, ഞാൻ പി നെക്കിയിട്ട് പൊസിഷൻ കൊടുത്തിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് എന്താക്കുക, കണ്ടോ, ഇതിനാണ് ഞാൻ എന്ത് കൊടുത്താരോ, പുറത്ത് കൊടുത്തുകയെന്നുണ്ടെങ്കിൽ എന്താവും, ഇങ്ങോട്ട് വരും. അപ്പോൾ അത് വരാതെ വെക്കാനാണ് ഒന്നാമത്തെ ലെയറിൻ്റെ ഉള്ളിൽ കൊടുത്തത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് കൊടുത്തു, ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, കണ്ട, നമുക്ക് എന്ത് ചെയ്തെടുക്കുക, നമ്മൾ ഓൾറെഡി മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ആദ്യം ഒരു ഭംഗി, അത് പിന്നീട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്ത് കൊടുത്തു, F9 കൊടുത്തിട്ട് ഓക്കെ, നിങ്ങൾക്ക് വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, കണ്ടോ, ഇപ്പോൾ നമ്മൾ വിചാരിച്ച രൂപത്തിലെത്തിയില്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ